താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. ഡെഡിക്കേറ്റഡ് ടു യു. താങ്ക് യു. ചേട്ടാ കൊച്ചു എന്നാ പരിവായി? 7th സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. ഇനി 7th ഓക്കെ. മിടുക്കനാ പഠിക്കാൻ? അവന് ഇതുവരെ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. അതിലൊരു വാശിയൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ദൈവമേ ഇതുവരെ ക്ലാസ്സിൽ തട്ടിമുട്ടി പോകുന്ന പോലെയാ പറയുന്നത്. ഇതുവരെ അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. എന്നാ കൊച്ചു മിടുക്കനല്ലേ? അല്ല, അതിനെയല്ല ഞാൻ പറഞ്ഞ. എന്താ പറയുക, നമ്മള് ഇതിലൊന്നും ഒരു വിശ്വാസം തോന്നുന്നില്ല. കാരണം ലെറ്റ് ഹിം എക്സൽ, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പന്റെ ജീനാണോ ഏറ്റവും കൂടുതൽ കൊച്ചിൻ്റെ ഉള്ളത്? അതായത് പാട്ട്, അഭിനയം? അവന് എനിക്ക് ഇപ്പം മനസ്സിലാകുന്ന വെച്ചാൽ അവനോട് ഭയങ്കര ഷൈ ആണ്. പിന്നെ എൻ്റെ ചില കാര്യങ്ങളൊന്നും അവൻ്റെ അമ്മയുടെ അല്ല, എൻ്റെ അല്ല, അവൻ്റെ അമ്മയായാലും ഞാനായാലും ഇട്ട വേഷം എന്താണോ അതിട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുന്നൊരു രീതിയാണ്. പക്ഷെ അവനതല്ല. അവന് ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര ശ്രദ്ധിച്ച് ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ടേ പോവുള്ളൂ. അതെങ്കിലും കണ്ട അപ്പനും അമ്മയും പഠിക്കാൻ. അതാണ് കൊച്ചു ഉദ്ദേശിച്ചത്. അല്ലാതെ അപ്പനും അമ്മയും കയറി ഒന്നും പറയാൻ പറ്റിയല്ലോ കൊച്ചിന്. വെരി പേഴ്സണൽ. ചേച്ചിക്ക് എന്നാ ഇഷ്ടം? ജയിൻ ആക്ടർ ആവാനാണോ പൊളിറ്റീഷ്യൻ ആവാനാണോ ഇഷ്ടം? പൊളിറ്റീഷ്യൻ ആവുന്നതിന് തീരെ താല്പര്യം ഇല്ല അവർക്ക്. ചേച്ചിക്ക് ഇഷ്ടമല്ല? ചേച്ചിന് ആക്ടർ ആവുന്നതാണ് ഇഷ്ടം. എൻ്റെ അമ്മയ്ക്കും ഇഷ്ടം അത് തന്നെയാണ്. ഈ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ മാത്രം വികാരമാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം ഇഷ്ടം. അതിങ്ങനെ മരിക്കുന്നവരെ ഉണ്ടാവും. അച്ഛന് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അച്ഛൻ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെയൊക്കെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. അച്ഛന് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്രയും നാൾ അഭിനയിച്ചാല് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഇൻ ഫിലിംസ് ഏതായിരുന്നു ഇഷ്ടം? എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ പടങ്ങൾ കിങ് ആൻഡ് ദ കമ്മീഷണർ, രൗദ്രം, പരുന്ത്, അങ്ങനത്തെ പടങ്ങളാണ്. പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ചെയ്ത ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ഒരു കരുണേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. അത് സത്യം പറഞ്ഞാൽ അത്ര പ്രോമിനൻ്റ് ഒന്നും അല്ല ക്യാരക്ടർ. ജയസൂര്യയുടെ വീട്ടിലെ ഒരു ജോലിക്കാരനാണ്, കാർ ഡ്രൈവർ കം ജോലിക്കാരനാണ്. ഇയാളെ ചുവന്നുകൊണ്ട് നടക്കുന്ന ഒരു സാധനം. പക്ഷെ അതിനകത്ത് 1-2 ഗ്ലിംസസ് ഓഫ് കോമഡി എനിക്ക് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു അങ്ങനത്തെ ഒരുപാട് വേഷങ്ങൾ വരണമെന്ന്. പക്ഷെ ഒന്നും പിന്നെ കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞ പോലെ ജയിഞ്ചേട്ടൻ പാലിച്ചു. ഇനി ഞാൻ എൻ്റെ വാക്ക് പാലിക്കണമല്ലോ. ജയിഞ്ചേട്ടൻ, ഞാൻ ഉണ്ടാക്കിയ കറി തരട്ടെ? തീർച്ചയായിട്ടും. കഴിക്കട്ടോ? പിന്നെന്നാ. അപ്പോഴേ ആ ഹോട്ടലില് ഇതിന്റെ പേരില് ആനീസ് ഡിഷ് വല്ലതും ഉണ്ടോ? സിഗ്നേച്ചർ ഡിഷ് എവറി വീക്കെൻഡ് ഉണ്ടായിരുന്നു. ആണോ? കാര്യം എൻ്റെ ഈ ഒരു ഷോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മിക്ക പേരും എന്നോട് ചോദിക്കും കഴിഞ്ഞിട്ടാ ഇവിടെ വന്ന് കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ അതെനിക്ക് അവരിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ മാത്രമേ എനിക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ആയിരുന്നു. അപ്പോൾ എല്ലാ വീക്കെൻഡ്സും ഒരു സിഗ്നേച്ചർ ഡിഷ്. അടിപൊളിയാണല്ലോ. ഇഷ്ടമായോ? ഗംഭീരല്ലേ? ജയിഞ്ചേട്ടൻ്റെ നാടൻ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ നോർത്ത് ഇന്ത്യൻ ഒക്കെ വല്ലപ്പോഴും. സത്യത്തിൽ അധികം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. എന്നാ പിന്നെ ഇന്ന് അത് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്നതല്ലേ നല്ലത്. എന്തിനാ വെറുതെ റിസ്ക്? റിസ്ക് അല്ല, പ്ലീസ് എന്നെ നോക്കിയൊന്നും പറയരുത് പ്ലീസ്. അങ്ങനെയല്ല, പക്ഷെ എന്നാലും അല്ലേ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ട് തരാമായിരുന്നു നെക്സ്റ്റ് ടൈം. അടുത്ത നമ്മള് ഏത് ഏണിപ്പടിയാ വെച്ചേക്കുന്നേ ആ ഏണിപ്പടി കയറി അങ്ങ് അറ്റെത്തുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും. അപ്പൊ ഈ ഡേറ്റ് ഇല്ല മറ്റില്ല മറിച്ചില്ല എന്ന് പറഞ്ഞ ഉഴപ്പയൊക്കെ. നമ്മള് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവിടെ തിരിയും. ചേട്ടാ, ആയുസ്സും ആരോഗ്യം ദൈവം തമ്പുരാൻ തരും, ഉറപ്പാണ്. ഏണിപ്പടി കയറണ്ടേ? അപ്പൊ പിന്നെ എന്തായാലും തന്നേ പറ്റത്തുള്ളൂ. ആ പൊസിഷനിൽ എത്തുമ്പോൾ ഇവിടെ ഞങ്ങൾ വിളിക്കും. അപ്പൊ വരുമ്പോ ചേട്ടൻ്റെ അടുത്ത് അന്ന് ഞാൻ സ്പെഷ്യൽ കറി ഉണ്ടാക്കി തരും. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഈ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ 2029 ഇതൊരു ജോൽസിന്റെ ഒരു പ്രവചനമായിട്ടൊന്നും ഇവരാരും കാണണ്ട. എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനേറിയോ വെച്ചിട്ട് 2029 we might have an election for assembly as well as parliament. കാരണം ഏകീകരിച്ചുകൊണ്ട് ഒറ്റ ഇലക്ഷൻ ആയിരിക്കും മിക്കവാറും 2029
ഈ പാർലമെൻറ്റ് ഇലക്ഷനോട് സൈമിൾട്ടേനിയസ് ആയിട്ട് അസംബ്ലിയും കൂടെ, കാര്യം കോസ്റ്റ് കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു കോണിപ്പടി നമുക്ക് പ്ലാൻ ചെയ്യണം. പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടാണ് ചെയ്യുന്നേട്ടാ, ഫുൾ സപ്പോർട്ട്. ഞാനും എൻ്റെ പ്രേക്ഷകരും ഒക്കെ ഫുൾ സപ്പോർട്ട്. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തി, ഞങ്ങളൊരു നല്ല ലീഡറിനെ കണ്ടുകൊണ്ടാണല്ലോ കയറ്റി വിടുന്നത്. ഏണിപ്പടി ഞങ്ങൾ എല്ലാവരും താഴെ നിന്ന് ഏണിപ്പടി പിടിച്ചു തരാം, കയറിക്കങ്ങ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് നിന്ന് തന്നാൽ മതി. ഈ ഒരു ബിസിയിലിടയിൽ ഞങ്ങളുടെ ഫാമിലി തന്നെ വേറൊരു വീട്ടിലേക്ക് വന്നതിൽ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു യു. അല്ല, ഈവൻ ഐ എം താങ്ക്ഫുൾ ടു യു. കാര്യം എന്തറിയോ, അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഞാൻ ഈ ചാനലിൽ കൂടെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രേക്ഷകരുടെ മുമ്പിൽ എനിക്ക് കഥാപാത്രമല്ലാതെ ഞാനായിട്ട് എത്തിപ്പെടാനൊരു അവസരം, അതെ, അങ്ങനെ എത്തിപ്പെടാൻ കിട്ടുന്ന അതൊരു ബ്ലെസ്സിങ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകൊണ്ടും അതിനെ എത്രത്തോളം എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയല്ലേ. താങ്ക് യു. അപ്പം വിളിച്ചതിന് ഒരുപാട് നന്ദി. എനിവേ താങ്ക് യു വെരി മച്ച് ജെയിൻ ചേട്ടാ. പ്രേക്ഷകർ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ജെയിൻ ചേട്ടന് വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ട്, നമുക്ക് ഒരുമിച്ച് നിന്ന് ജെയിൻ ചേട്ടൻ്റെ കൂടെ നിൽക്കാം. ഏണിപ്പടി താഴെ പിടിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കില്ലേ, വീഴാതിരിക്കാനൊക്കെ നമ്മൾ കൂടെ നിൽക്കാം. Let's cook with love.